അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയിമിൻ്റെ ആറാമത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ആ മേലെ കാണുന്ന ആ രാജ്യക്കാരൻ ആരാണ്? അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഈ കളിയിൽ, ഈ ഗെയിമിൽ ഞാൻ വിജയിച്ചതാണോ, പരാജയപ്പെട്ടതാണോ, അല്ല സമനിലയായതാണോ. മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യേണ്ടത് എത്ര നീക്കം ആണ് എൻ്റെ ആകെ നീക്കിയിട്ടുള്ളത് ഈ കളിയിൽ എന്നുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് ലിങ്കിലാണ്. നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ കയറിയിട്ടാണ് നിങ്ങളുടെ പേര്, ചാനലുണ്ടെങ്കിൽ ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാത്രം, അവിടെ ഐഡിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. മൂന്നാമതായി ചെയ്യേണ്ടത് ഈ കളിയിൽ ഏത് രാജ്യക്കാരനോടാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്, എൻ്റെ മുന്നിൽ വന്ന രാജ്യം ഏതാണെന്ന് മേലെ നോക്കിയാൽ കാണാൻ പറ്റും. പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ കളിയുടെ റിസൾട്ടാണ്. ഈ കളിയിൽ വിജയിച്ചതാണോ, പരാജയപ്പെട്ടതാണോ, സമനിലയാണോ. മൂന്നാമത്തെ കാര്യം എഴുതേണ്ടത് എത്ര നീക്കമാണ് എൻ്റെ നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നിവിടെ എൻ്റെ താഴെ കാണുന്ന കരുക്കളെ കാണാൻ പറ്റും. നീക്കുന്ന ഓരോ കരുക്കളെ ഇങ്ങനെ നീക്കുന്ന നിങ്ങൾക്ക് നീക്കം കാണാം. നീക്കി കാണിക്കുകയാണ് ഇവിടെ ഓരോന്നിങ്ങനെ. ഫസ്റ്റ് ആദ്യം ഉള്ളവർക്കാണല്ലോ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കളിയാണ്, ഇതിങ്ങനെയാണ് നീക്കുന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ലിങ്ക് ഓപ്പൺ ചെയ്യാണ്. ഈ ലിങ്കിൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ കാണിച്ചു തരാണ് നിങ്ങൾക്ക് ഞാൻ. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ചെയ്യാനുള്ളത് ഇവിടെ ഫുൾ നെയിം എന്നുള്ള അവിടെ ഒന്ന് ഫില്ല് കൊടുക്കുക. പിന്നെ ചാനൽ നെയിം രണ്ടാം സ്ഥലത്ത്, ചാനലില്ലെങ്കിൽ ഐഡിൻ്റെ പേര് മാത്രം മതി. മൂന്നാമത് കൺട്രി ഏതാണ്, നിങ്ങളുടെ കൺട്രി അല്ല, എൻ്റെ മുന്നിൽ വന്ന രാജ്യം ഏതാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ റിസൾട്ട്, ഈ കളിയിലെ ഫലം, വിൻ, നോ വിൻ, ടൈ, ഇങ്ങനെ കാണും. വിജയം, പരാജയം, സമനില. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യപ്പോൾ മൂന്നാമത്തെ ഈ രണ്ടാമത്തെ ക്ലിക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ മൂന്നിൽ അല്ലെങ്കിൽ ഒന്നിൽ ഇങ്ങനെയാണ് ക്ലിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് ഉള്ളത് എത്ര മൂവ്, എത്ര നീക്കമാണ് ഉണ്ടായത്, ഇവിടെ നമ്പർ കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് അടിച്ചിട്ട് നമ്പർ നമുക്ക് എത്ര നീക്കം ഉണ്ടായെന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് എൻ്റെ എത്ര വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ചെയ്യാനുള്ളത്. എത്ര വീഡിയോ ലാസ്റ്റ് നിങ്ങൾ, ഒന്നാണോ രണ്ടാണോ അല്ല മൂന്നിൽ കൂടുതലാണോ. അത് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾ ചെയ്തൊക്കെ എനിക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ചെയ്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ ആൻസറുകളൊക്കെ അയക്കേണ്ടത്. അല്ലാതെ കമൻറ്റ് അവിടെ ഇടരുത് ആരും. കമൻറ്റ് വീഡിയോനെക്കുറിച്ച് മാത്രം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആൻസറുകളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ അയക്കേണ്ടത് ഈ ഫോമിൽ കൂടിയാണ്. എന്നാലേ നമുക്ക് അതിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല വേറൊരു കാര്യം ചെയ്യാനുള്ളത്, കമൻറ്റ് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഇട്ടിരിക്കണം വീഡിയോക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പരിധി പോകേണ്ട. ഇപ്പോൾ ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല, വിജയിച്ച്. കഴിഞ്ഞ അഞ്ചാമത്തെ ഗെയിമിൽ ഒരു വിന്നർ ഉണ്ടായിരുന്നു, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെ എവിടെയും കാണാൻ കിട്ടിയിട്ടില്ല. എനിക്ക് സെർച്ച് ചെയ്യാനൊന്നും കിട്ടുന്നില്ല. അവരെ എവിടെയും കമൻറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കമൻറ്റ് ഇടണം എന്തായാലും. ആരാണെങ്കിലും നിങ്ങൾ വീഡിയോ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ഇട്ടോളണം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിക്കും 100 രൂപയുടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 or 2 ശരിയായിട്ടുണ്ടെങ്കിൽ പോയിന്റുകൾ കിട്ടും. 1 ശരിയാണെങ്കിൽ 1 പോയിന്റും 2 ശരിയാണെങ്കിൽ 2 പോയിന്റും കിട്ടും. അപ്പോൾ അജ്മൽ എന്ന വ്യക്തിക്ക് 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആൾ കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വരാത്തതുകൊണ്ട് അവരുടെ പോയിന്റ് അവിടെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പോസ്റ്റിൽ
പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമുക്ക് ആ റിസൾട്ട് അവിടെ എഴുതുന്ന സ്ഥലത്ത് പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ പേര് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകളൊക്കെ എഴുതും. ഓക്കെ, അപ്പം എന്നാലും എല്ലാവർക്കും പിന്നെ ഞാൻ നന്ദി പറയുകയാണ്. നേരത്തെ വീഡിയോ നോക്കിയവർക്കും ഈ വീഡിയോ നോക്കിയവർക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എഴുതുക, ആൻസർ ലിങ്കിൽ കയറിയിട്ട് എഴുതുക. ഓക്കെ, ബൈ.